വിച്ച് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ഈസ് MS Excel? അതായത് MS Excel ഏത് തരത്തിലുള്ള ആപ്ലിക്കേഷൻ ആണ്? ഏത് തരത്തിലുള്ളതാണ്? സ്പ്രെഡ്ഷീറ്റ്. വിച്ച് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ഈസ് MS Excel? സ്പ്രെഡ്ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The intersection point of a row and column is in Excel is known as dash. അതായത് എക്സലിലെ വരിയുടെയും നിരയുടെയും വിഭജന പോയിന്റ് ഡാഷ് എന്ന് അറിയപ്പെടുന്നു. എന്താണ്? സെല്ല്. The intersection point of row and column in Excel is known as a cell. അടുത്ത ക്വസ്റ്റ്യൻ. In Excel the active cell address will be displayed at a dash. അതായത് എക്സലിലെ സജീവ സെൽ വിലാസം ഡാഷിൽ പ്രദർശിപ്പിക്കും. ഏതിലാണ് പ്രദർശിപ്പിക്കുന്നത്? നെയിം ബോക്സ്. ഇൻ എക്സൽ ദ ആക്റ്റീവ് സെൽ അഡ്രസ് വിൽ ബി ഡിസ്പ്ലേഡ് അറ്റ് നെയിം ബോക്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബേസിക് അറേഞ്ച്മെന്റ് ഫോർ എ സ്പ്രെഡ്ഷീറ്റ് ഈസ് ഡാഷ്. അതായത് ഒരു സ്പ്രെഡ്ഷീറ്റിന്റെ അടിസ്ഥാന ക്രമീകരണം ഡാഷ് ആണ്. എന്താണ്? ഗ്രിഡ്. എന്താണ്? ഗ്രിഡ്. അടുത്ത ക്വസ്റ്റ്യൻ. MS Excel ഈസ് ബേസ്ഡ് ഓൺ ഡാഷ്. അതായത് MS Excel ഡാഷ് അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്താണ്? വിൻഡോസ്. MS Excel ഈസ് ബേസ്ഡ് ഓൺ വിൻഡോസ്. അടുത്ത ക്വസ്റ്റ്യൻ. In Excel, an individual file is referred to as a dash. അതായത് എക്സലില് ഒരു വ്യക്തിഗത ഫയലിനെ ഇങ്ങനെ പരാമർശിക്കുന്നു. എങ്ങനെ പരാമർശിക്കുന്നു? വർക്ക്ഷീറ്റ്. In Excel, an individual file is referred to as a worksheet. അടുത്ത ക്വസ്റ്റ്യൻ. How many worksheets are there in a workbook by default? അതായത് ഒരു വർക്ക് ബുക്കില് ഡിഫോൾട്ടായി എത്ര വർക്ക്ഷീറ്റുകൾ ഉണ്ട്? എത്രയുണ്ട്? 3. എത്രയാണ്? 3. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എക്സൽ കോളം അഡ്രസ് ഈസ് റെഫേർഡ് ബൈ ഡാഷ്. അതായത് എക്സലിലെ കോളം വിലാസം റെഫർ ചെയ്യുന്നത് എന്താണ്? ആൽഫബറ്റ്സ്. എന്താണ്? ആൽഫബറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. In Excel, a row is referred by a dash. അതായത് എക്സലില് റോ പരാമർശിക്കുന്നത്, അതായത് വരി പരാമർശിക്കുന്നത് എന്താണ്? നമ്പർ. അതായത് in Excel column address is referred by alphabets. In Excel row is referred by number. അടുത്ത ക്വസ്റ്റ്യൻ. In Excel collection of 2 or more cell is called dash. അതായത് എക്സലില് 2 അതിലധികമോ സെല്ലുകളുടെ ശേഖരണത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? റേഞ്ച്. എന്താണ്? റേഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്മോളസ്റ്റ് റേഞ്ച് ഇൻ എക്സൽ ഈസ് ഡാഷ്. അതായത് എക്സലിലെ ഏറ്റവും ചെറിയ ശ്രേണി എന്താണ്? സെല്ല്. എന്താണ്? സെല്ല്. അടുത്ത ക്വസ്റ്റ്യൻ. The content of the active cell will be displayed in a dash. അതായത് സജീവ സെല്ലിന്റെ ഉള്ളടക്കം ഡാഷിൽ പ്രദർശിപ്പിക്കും. ഏതിൽ പ്രദർശിപ്പിക്കും? ഫോർമുല ബാർ. The content of the active cell will be displayed in a formula bar. അടുത്ത ക്വസ്റ്റ്യൻ. The content in the cells are known as dash. അതായത് സെല്ലിലെ ഉള്ളടക്കങ്ങള് അറിയപ്പെടുന്നത് എന്താണ്? എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഡേറ്റ. The contents in the cells are known as data. അടുത്ത ക്വസ്റ്റ്യൻ. Which command is used to close the Excel application? അതായത് എക്സൽ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണ്? ഏതാണ്? എക്സിറ്റ് എക്സൽ. എന്താണ്? എക്സിറ്റ് എക്സൽ. അടുത്ത ക്വസ്റ്റ്യൻ. Where does the name of workbook display in Excel? അതായത് ഈ എക്സലിലെ വർക്ക് ബുക്കിന്റെ പേര് എവിടെയാണ് പ്രദർശിപ്പിക്കുന്നത്? എവിടെയാണ് പ്രദർശിപ്പിക്കുന്നത്? ടൈറ്റിൽ ബാർ. എവിടെയാണ്? ടൈറ്റിൽ ബാർ. അടുത്ത ക്വസ്റ്റ്യൻ. In which ribbon clipboard group appears? അതായത്
ഈ ഏത് റിബണിലാണ് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ് ദൃശ്യമാകുന്നത്? ഏത് റിബണിലാണ്? ഹോം. ഏതാണ്? ഹോം. അരോഷിൻ, ഹൗ ദ സെൽ അഡ്രസ് ഈസ് റെപ്രസെന്റഡ് ഇൻ എക്സൽ? അതായത് എക്സലിലെ സെൽ വിലാസം എങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത്? എങ്ങനെയാണ്? കോളം റോയ്, കോളം റോയ്. അർദോഷിൻ, ഇൻ വിച്ച് ഗ്രൂപ്പ് ബോർഡർ ബട്ടൺ അപ്പിയേഴ്സ്? അതായത് ഏത് ഗ്രൂപ്പിലാണ് ബോർഡർ ബട്ടൺ ദൃശ്യമാകുന്നത്? ഏത് ഗ്രൂപ്പിലാണ്? ഫോണ്ട്. ഏതാണ്? ഫോണ്ട്. അർദോഷിൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടാബ് കളർ ഓപ്ഷൻ? അതായത് ഈ ടാബ് കളർ ഓപ്ഷന്റെ ഉദ്ദേശം എന്താണ്? എന്താണ്? ചേഞ്ച് ദ കളർ ഓഫ് ദ ഷീറ്റ് നെയിം ടാബ്. ചേഞ്ച് ദ കളർ ഓഫ് ദ ഷീറ്റ് നെയിം ടാബ്. അറോഷിൻ, ഫങ്ഷൻസ് ഇൻ MS Excel ആർ പ്രീ റിട്ടേൺ. അതായത് ഈ MS Excelലെ പ്രവർത്തനങ്ങള് മുൻകൂട്ടി എഴുതിയ ഡാഷ് ആണ്. എന്താണ്? ഫോർമുലയാണ്. ഫങ്ഷൻസ് ഇൻ MS Excel ആർ പ്രീ റിട്ടേൺ ഫോർമുല. അർദോഷിൻ, വിച്ച് ഐക്കൺ ഈസ് യൂസ്ഡ് ഫോർ ഓട്ടോ സം? അതായത് ഓട്ടോ സമ്മിനായി ഏത് ഐക്കണാണ് ഉപയോഗിക്കുന്നത്? ഏത് ഐക്കണാണ് ഉപയോഗിക്കുന്നത്? കണ്ടോ, ഈ ഐക്കണാണ് ഓട്ടോ സമ്മിനായിട്ട് ഉപയോഗിക്കുന്നത്. അറോഷിൻ, വിച്ച് ടൈപ്പ് ഓഫ് ചാർട്ട് ഇൻ എക്സൽ കണക്ട്സ് ഇൻഡിവിജ്വൽ ഡേറ്റ പോയിന്റ്സ്? അതായത് ഈ എക്സലിലെ ഏത് തരത്തിലുള്ള ചാർട്ടാണ് വ്യക്തിഗത ഡേറ്റ പോയിന്റുകളെ ബന്ധിപ്പിക്കുന്നത്? ഏതാണ്? പൈ. വിച്ച് ടൈപ്പ് ഓഫ് ചാർട്ട് ഇൻ എക്സൽ കണക്ട്സ് ഇൻഡിവിജ്വൽ ഡേറ്റ പോയിന്റ്സ്? ഏത് ചാർട്ടാണ്? പൈ. അർദോഷിൻ, ദ കളർ കോമ്പിനേഷൻ ആൻഡ് സ്റ്റൈൽ ഓഫ് ദ ബാർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ യൂസിങ് എ ഡാഷ്. അതായത് ഡാഷ് ഉപയോഗിച്ച് ബാറിന്റെ വർണ്ണവും സംയോജനവും ശൈലിയും മാറ്റാൻ കഴിയും. ഏതുപയോഗിച്ച? ചാർട്ട് സ്റ്റൈല്. ഏതുപയോഗിച്ചാണ്? ചാർട്ട് സ്റ്റൈല്. അർദോഷിൻ, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ ചാർട്ട് ആസ് ആൻ എംബഡഡ് ചാർട്ട്? അതായത് ഈ ഒരു ചാർട്ടുകൾ കൂട്ടിച്ചേർത്ത ചാർട്ടായി പ്രദർശിപ്പിക്കാന് ഏത് കുറുക്കുവഴി കീയാണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? Alt + F1. ഏത് കുറുക്കുവഴി കീയാണ് ഉപയോഗിക്കുന്നത്? Alt + F1. അറോഷിൻ, which shortcut key is used to display a chart in separate sheet? അതായത് ഒരു ചാർട്ട് പ്രത്യേക ഷീറ്റിൽ പ്രദർശിപ്പിക്കാൻ ഏത് കുറുക്കുവഴി കീയാണ് ഉപയോഗിക്കുന്നത്? ഏത് കുറുക്കുവഴി കീയാണ്? F11. ഏതാണ്? F11. അർദോഷിൻ, വിച്ച് വിൻഡോ വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ക്ലിക്കിംഗ് ദ ചാർട്ട്? അതായത് ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് വിൻഡോയാണ് ദൃശ്യമാകുക? ചാർട്ട് ടൂള്. ഏതാണ്? ചാർട്ട് ടൂള്. അർദോഷിൻ, which option will quickly extract certain data from the spreadsheet? അതായത് ഏത് ഓപ്ഷനാണ് സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് ചില ഡേറ്റ വേഗത്തിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ഏതാണ്? ഫിൽട്ടർ. ഏതാണ്? ഫിൽട്ടർ. അർദോഷിൻ, which option is used to rearrange the data in desired order? അതായത് ആവശ്യമുള്ള ക്രമത്തിലെ ഡേറ്റ പുനഃക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഏതാണ്? സോർട്ട്. ഏതാണ്? സോർട്ട്. അറോഷിൻ, ഇൻ വിച്ച് ribbon/tab does the subtotal is located? അതായത് ഏത് ribbon/tabലാണ് സബ്ടോട്ടൽ സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? ഡേറ്റ. ഏതാണ്? ഡേറ്റ. അറോഷിൻ, the option used to restrict the data to be entered is known as a dash. അതായത് നൽകേണ്ട ഡേറ്റ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഡാഷ് എന്നറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? ഡേറ്റ വാലിഡേഷൻ. എന്താണ് അറിയപ്പെടുന്നത്? ഡേറ്റ വാലിഡേഷൻ. അറോഷിൻ, a series of commands and functions stored to
പെർഫോം എ ടാസ്ക് ഈസ് നോൺ ആസ് എ ഡാഷ്. അതായത് ഒരു ചുമതല നിർവഹിക്കുന്നതിന് സംഭരിച്ചിരിക്കുന്ന കമാൻഡുകളുടെയും ഫംഗ്ഷനുകളുടെയും ഒരു ശ്രേണി ഡാഷ് എന്ന് അറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? മാക്രോസ് എന്നറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എ ഡാറ്റ സമ്മറൈസേഷൻ ടൂൾ ഇൻ എക്സൽ ഈസ് എ ഡാഷ്. അതായത് എക്സലിലെ ഒരു ഡാറ്റ സമ്മറൈസേഷൻ ടൂൾ ആണ് ഡാഷ്. ഏതാണ്? പിവോട്ട് ടേബിൾസ്. ഏതാണ്? പിവോട്ട് ടേബിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ. An Excel file is generally called a /and dash. അതായത് ഈ ഒരു എക്സൽ ഫയലിനെ പൊതുവെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? വർക്ക് ബുക്ക് എന്ന് വിളിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. In Excel, rows are labeled as a dash. അതായത് എക്സലിലെ വരികൾ ഡാഷ് എന്നിങ്ങനെ ലേബൽ ചെയ്തിരിക്കുന്നു. 1, 2, 3 etc. എന്നിങ്ങനെ ലേബൽ ചെയ്തിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഷോർട്ട്കട്ട് കീ ഫോർ ഗിവിംഗ് എ ന്യൂ കമന്റ് ഈസ് എ ഡാഷ്. അതായത് ഒരു പുതിയ അഭിപ്രായം നൽകുന്നതിനുള്ള കുറുക്കുവഴി കീ ഏതാണ്? ഷിഫ്റ്റ് പ്ലസ് F2. ഏതാണ്? ഷിഫ്റ്റ് പ്ലസ് F2. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ കീ ടു ആക്ടിവേറ്റ് ദ നെയിം മാനേജർ ഡയലോഗ് ബോക്സ്. അതായത് നെയിം മാനേജർ ഡയലോഗ് ബോക്സ് സജീവമാക്കുന്നതിനുള്ള ഫംഗ്ഷൻ കീ എന്താണ്? എന്താണ്? കൺട്രോൾ പ്ലസ് F3. എന്താണ്? കൺട്രോൾ പ്ലസ് F3. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് റോസ് സപ്പോർട്ടഡ് ഇൻ എ എക്സൽ 2007 വർക്ക്ഷീറ്റ്. അതായത് ഒരു എക്സൽ 2007 വർക്ക്ഷീറ്റില് പിന്തുണയ്ക്കുന്ന പരമാവധി വരികളുടെ എണ്ണം എത്രയാണ്? എത്രയാണ്? 10,48,576. 10,48,576. Other question. What is the maximum number of columns supported in a Excel 2007 worksheet? അതായത് ഒരു എക്സൽ 2007 വർക്ക്ഷീറ്റില് പിന്തുണയ്ക്കുന്ന കോളങ്ങളുടെ പരമാവധി എണ്ണം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 16,384. അടുത്ത ക്വസ്റ്റ്യൻ. ഫങ്ഷൻസ് ഇൻ MS Excel must begin with ഡാഷ്. അതായത് ഈ MS Excelലെ പ്രവർത്തനങ്ങൾ ഡാഷിൽ ആരംഭിക്കണം. ഏതാണ്? ഈക്വൽ സൈനിൽ ആരംഭിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. On an Excel sheet, the active cell is indicated by dash. അതായത് ഒരു എക്സൽ ഷീറ്റിലെ സജീവ സെൽ സൂചിപ്പിക്കുന്നത് എന്താണ്? എ ഡാർക്ക് വൈഡ് ബോർഡർ. എ ഡാർക്ക് വൈഡ് ബോർഡർ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ വി ക്യാൻ വ്യൂ എ സെൽ കമന്റ്. അതായത് ഒരു സെൽ കമന്റ് നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? എങ്ങനെ കാണാൻ കഴിയും? പൊസിഷൻ ദ മൗസ് പോയിന്റർ ഓവർ ദ സെല്ല്. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർമുല പാലറ്റ് ഈസ് യൂസ്ഡ് ടു എന്താണ്? അതായത് ഒരു ഫോർമുല പാലറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഫോർമുലാസ് കണ്ടെയ്നിങ് ഫങ്ഷൻസ്. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഫോർമുലാസ് കണ്ടെയ്നിങ് ഫങ്ഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. A value used in a formula that does not change is called a dash. അതായത് ഒരു സൂത്രവാക്യത്തിൽ മാറ്റമില്ലാത്ത ഒരു മൂല്യത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്നാണ് വിളിക്കുന്നത്? കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. To open an existing workbook, click the open button on the dash toolbar. അതായത് നിലവിലുള്ള ഒരു വർക്ക് ബുക്ക് തുറക്കാൻ ഡാഷ് ടൂൾ ബാറിലെ തുറക്കുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏത് ടൂൾ ബാറിലാണ്? സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ വി സെറ്റ് പേജ് ബോർഡർ ഇൻ എക്സൽ. അതായത് എക്സലില് നമുക്ക് എങ്ങനെ പേജ് ബോർഡർ സജ്ജീകരിക്കാം? യു ക്യാൻ
not set page border in Excel. You can not set page border in Excel. അടുത്ത question. Which types of charts can Excel produce? അതായത് ഏത് തരത്തിലുള്ള ചാർട്ടുകളാണ് എക്സൽ നിർമ്മിക്കാൻ കഴിയുക? ബാർ ചാർട്ട്സ്, ലൈൻ ഗ്രാഫ്സ് ആൻഡ് പൈ ചാർട്ട്സ്. അടുത്ത question. VLOOKUP ഫംഗ്ഷൻ യൂസ്ഡ് ടു, അതായത് VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ചിരുന്നത് ഫൈൻഡ്സ് റിലേറ്റഡ് റെക്കോർഡ്സ്. ഫൈൻഡ്സ് റിലേറ്റഡ് റെക്കോർഡ്സ്. അടുത്ത question. A function inside another function is known as, അതായത് മറ്റൊരു ഫംഗ്ഷനിലെ ഒരു ഫംഗ്ഷൻ അറിയപ്പെടുന്നത് എന്താണ്? നെസ്റ്റഡ് ഫംഗ്ഷൻ. എന്താണ് നെസ്റ്റഡ് ഫംഗ്ഷൻ? അടുത്ത question. Which function is used for creating a data table? അതായത് ഒരു ഡാറ്റാ ടേബിൾ സൃഷ്ടിക്കുന്നതിന് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു? ഏതാണ്? ടേബിള്. ഏതാണ്? ടേബിള്. അടുത്ത question. 3D റെഫറൻസ് ഇൻ എ ഫോർമുല, അതായത് ഒരു ഫോർമുലയിലെ 3D റെഫറൻസ് എന്താണ്? സ്പാൻസ് വർക്ക്ഷീറ്റ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.